ഇന്ന് നമ്മള് പലതരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നവരാണ്. നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ അതൊരു പ്രാവശ്യം സന്തോഷിക്കും. ദുഃഖം മരണം വരെ നമ്മൾ ഓർത്ത് ദുഃഖിക്കും. ഒരിക്കല് ചാർലി ചാപ്ലിൻ ഒരു കഥ പറഞ്ഞു. അദ്ദേഹം ഒരു നിറഞ്ഞ സദസ്, അതില് ഒരു തമാശ പറഞ്ഞു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. രണ്ടാമത് തമാശ പറഞ്ഞു. അപ്പൊ ആളുകളുടെ എണ്ണം കുറഞ്ഞു ചിരിച്ചവരുടെ. മൂന്നാമത് തമാശ പറഞ്ഞു. അപ്പൊ അതിലും കുറഞ്ഞു. നാലാമത് തമാശ പറഞ്ഞപ്പോഴേക്കും വിരലിൽ എണ്ണാവുന്ന ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഓർത്ത് സന്തോഷിക്കുക. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ നമ്മൾ ഓർക്കില്ല. ആ സമയത്ത് സങ്കടം അങ്ങനെയല്ല. ഒരു സങ്കടം ഉണ്ടെങ്കിൽ അത് മരണം വരെ ഓർത്ത് ഇരിക്കലും കിടക്കിലും നടക്കിലും. എന്നാൽ അവൻ അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അത് പറഞ്ഞില്ലേ, അതൊക്കെ കാതിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ പ്രമേഹം കൂടാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ഞാൻ കണ്ടുപിടിച്ചത്. കാരണം നമ്മുടെ മണിപുര ചക്ര എന്ന് പറയുന്നത് നമ്മുടെ പൊക്കിളിന്റെ മുകളില് യോഗാശാസ്ത്രം അനുസരിച്ചിട്ട് ഒരു ചക്ര ഉണ്ട്. ചക്ര എന്ന് വെച്ചാൽ എനർജി സെന്റർ ആണ്. അപ്പോ അത് ഓരോ അവയവങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മുടെ പാൻക്രിയാസിന്റെ ഇവിടെ ആക്ടിവേറ്റ് ആവണമെങ്കിൽ നമ്മൾ സന്തോഷം ആണ് അതിന്റെ മൂലഘടകം. ആ സന്തോഷം ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണിപുര ചക്ര ആക്ടിവേറ്റ് ആവില്ല, പാൻക്രിയാസ് ആക്ടിവേറ്റ് ആവില്ല. അങ്ങനെ നമുക്ക് ഷുഗർ എന്ത് മരുന്ന് കഴിച്ചിട്ടും ഷുഗർ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ്, എത്ര ഷുഗറിന് മരുന്ന് കഴിച്ചിട്ടും ഷുഗർ മാറാണ്ട് കാല് മുറിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ വരുന്നത്. കാരണം ഇന്നൊക്കെ പണ്ടൊക്കെ കുറെ സങ്കടങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോകും. ഇന്നിപ്പോ എല്ലാവരും കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളാണ്. പുറത്തേക്ക് പോകാനായിട്ട് ഒരു ചാൻസ് ഇല്ല. എല്ലാവരും വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്യണത്. അപ്പൊ അതിന് ഈ സങ്കടം മാറാനായിട്ട് ഒരു സൂത്രം ഞാൻ പറഞ്ഞു തരാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും സന്തോഷം തന്ന ഒരു നിമിഷത്തെ കുറിച്ചിട്ട് ആലോചിക്കാം. ഒരു NLP ടെക്നിക്കാണിത്. അപ്പൊ അങ്ങനെ ആലോചിക്കാം. ആ പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തതിന്റെ ഒരു ഫോട്ടോ മനസ്സുകൊണ്ട് കാണാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അതിനെ കുറച്ചും കൂടി ഒന്ന് മോടി പിടിപ്പിച്ചുകൊണ്ട് ഒരു ഫോട്ടോ, ഒരു കളർ ഫോട്ടോ ആയിട്ട് കാണാം. കുറച്ചും കൂടി മോടി പിടിപ്പിച്ചുകൊണ്ട് അതൊരു മൊബൈൽ സ്ക്രീനിൽ കാണുന്നത് പോലെ കാണാം. കുറച്ചും കൂടി മോടി പിടിപ്പിക്കുക, എന്നിട്ട് അതൊരു TV സ്ക്രീനിൽ കാണുന്നത് പോലെ കാണാം. ഒന്നും കൂടി മോടി പിടിപ്പിക്കുക, ഒരു ഫിലിം സ്ക്രീനിൽ സിനിമയിൽ കാണുന്നത് പോലെ കാണാം. ആ പരിപാടി നമ്മൾ നടക്കുമ്പോ, ഒരു കല്യാണമാണെങ്കിൽ നമ്മൾ അന്നിട്ടിരുന്ന ഡ്രസ്സ്, നമ്മളന്ന് ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അത്, അതിന് ആ സ്റ്റേജിലേക്ക് നമ്മൾ വന്നപ്പോൾ ഉണ്ടായ ആളുകൾ നമ്മൾ അഭിനന്ദിച്ചത്, അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ അത്, എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യം 10ാം ക്ലാസ് പാസ്സായതാവാം, അല്ലെങ്കിൽ ഉപസാരിച്ച് കുറഞ്ഞൊക്കെയുള്ള പാടാവാം, എന്തുമാവാം. നമുക്ക് ഈ ജീവിതത്തിൽ സന്തോഷം. വലിയൊരു സിനിമ സ്ക്രീൻ കണ്ടതായിരിക്കും, സിനിമയിലൊരു കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം, എന്തുമാവാം നമുക്ക്. അയ്യോ, ചിലരുടെ ജീവിതത്തിൽ അങ്ങനെ സന്തോഷിക്കാനൊന്നും ഇല്ലാന്ന് തോന്നണവരും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു സിനിമ സ്ക്രീനിൽ, അല്ലെങ്കിൽ നമ്മളൊരു തമാശ നമ്മുടെ കൂട്ടുകാരി പറഞ്ഞത് ഓർത്ത് ചിരിക്കുക, എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ നമ്മൾ ഓർത്ത് അതിൽ തന്നെ കണ്ണടച്ചിരിക്കുക. ഒരു 5 പ്രാവശ്യം ദീർഘശ്വാസം എടുക്കുക. ശ്വാസം വിട്ടതിന് ശേഷം മനസ്സ് സൈലന്റ് ആക്കിയതിന് ശേഷമാണ് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. 5 പ്രാവശ്യം ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. പറ്റാവുന്നത്ര സമയം ശ്വാസം പിടിച്ച് നിൽക്കുക. എന്നിട്ട് സാവധാനം ശ്വാസം വിടുക. വീണ്ടും ശ്വാസം എടുക്കുക, സാവധാനം ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. അങ്ങനെ 5 പ്രാവശ്യം ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ആ സീൻ നമ്മൾ കാണേണ്ടത്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ സന്തോഷം നമ്മൾ
നമ്മുടെ ഫുൾ ബോഡിയിൽ കൊണ്ടുവരാം. നമ്മുടെ ബോഡിയിൽ ഫുള്ളായിട്ട് ആ സന്തോഷം ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഓരോ അണുവിലും ആ സന്തോഷം നമ്മൾ ഫീൽ ചെയ്യണം. ഓരോ ഭാഗത്തും നമ്മൾ ആ സന്തോഷം നല്ലോണം ഫീൽ ചെയ്ത് ആ സന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോ നമ്മള് ഈ ഇടത് കൈയുടെ തള്ള വിരലുമ പിടിച്ചിട്ട് വലത് കൈയുടെ തള്ള വിരലും ചൂണ്ടുവിരലും കൂടെ പിടിച്ചിട്ട് ഒരു ഞെക്കാം. ആ ഞെക്കി പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ സന്തോഷം നമ്മുടെ ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ട് ഇത് കൊണ്ടുവരാം. ഓരോ ആണ് ആ സന്തോഷം മുഖത്ത് കാണണം. പരിപാടി നടന്നുകൊണ്ടിരിക്കണം. നമുക്ക് എത്ര സന്തോഷമാണ് അല്ലേ? ആ സന്തോഷം ഇങ്ങനെ ഓർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെ കാണാം. നമ്മൾ കണ്ട കാഴ്ച, കേട്ട കാര്യം, അനുഭവിച്ച വേദന എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ വീണ്ടും ആ വിരലുമ പിടിച്ചൊരു ഞെക്കാം. ആ സന്തോഷം ഒരിക്കൽ കൂടി ഓർക്കുക. വീണ്ടും ആ സങ്കടം ഓർക്കുക. വീണ്ടും ആ വിരലുമ പിടിച്ച് ഞെക്കാം. ഇപ്പൊ ആ സങ്കടത്തിന്റെ തീഷ്ണത കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സന്തോഷത്തിന്റെ തീഷ്ണത കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. വീണ്ടും സങ്കടം ആലോചിക്കാം, സന്തോഷം അനുഭവിക്കാം. വീണ്ടും സങ്കടം ആലോചിക്കും. ഇപ്പൊ അത് നേർമയായി അത് നമ്മുടെ ഓർമ്മയിൽ വരാത്തത്ര വരെ നമ്മളിങ്ങനെ പിടിച്ചു ഞെക്കിക്കൊണ്ടിരിക്കുക. ആ സന്തോഷം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരാം. ഡെയിലി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഷുഗറൊക്കെ കുറയാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ചും എന്ത് മരുന്ന് കഴിച്ചിട്ട് എന്ത് ചെയ്തിട്ടും ഷുഗർ കുറയണില്ല എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരു 10 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോഴേക്കും ഷുഗറിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും. വെക്കുക, നോക്കിക്കോളും, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. അപ്പം എല്ലാവർക്കും ദൈവം നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് സന്തോഷിക്കാനാണ്, സങ്കടപ്പെട്ടിരിക്കാനല്ല. ഓരോരുത്തരും നമുക്കും ഓരോരുത്തരും ശരിയാ. നമ്മള് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും അവർ നമ്മളെ സങ്കടപ്പെടുത്തുന്നുണ്ടാവുക. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ശരിയാ. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവര് പറയുന്നത് ശരിയാ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അവരവർ ശരിയാ. എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 100% ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ വേദനിപ്പിച്ച ആൾക്കാര് അവര് ചിന്തിക്കുന്നത് 100% ശരിയാന്ന് അവര് ചിന്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെ ഞാൻ ചെയ്തപ്പോ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എനിക്കും പെരുമാറ എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സങ്കടത്തിനൊന്നും ഒരു കാര്യവുമില്ല. നമ്മള് സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ശിഷ്ടകാലം സന്തോഷപ്രദമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ടെക്നിക്ക് എപ്പോ വേണമെങ്കിലും, എപ്പോ നമുക്ക് സങ്കടം വരുന്നു ആ സമയത്തൊക്കെ ചെയ്ത് ആങ്കറാണ്. നമുക്ക് ടെൻഷൻ തോന്നി, സങ്കടം തോന്നി, എപ്പോ വേണമെങ്കിലും നമുക്കിത് അങ്ങനെ പിടിച്ച് ഞെക്കിയാല് അത് ഓർക്കാണ്ട് തന്നെ നമ്മുടെ സങ്കടം പോകും. ഒരു സങ്കടം ഓർത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ അതിങ്ങനെ പിടിച്ച് ഇതിന് ആങ്കർ വെച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. എപ്പോ ഒരു ടെൻഷൻ എന്തൊരു കാര്യത്തിന് നമ്മൾ പോയി എന്ത് ചെയ്യാൻ പോണോ, യാത്രയ്ക്കാണോ എവിടെ പോകണമെങ്കിലും നമ്മള് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് നമുക്ക് ഈ ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം, ആനന്ദം തരുന്ന കാര്യം. അത് നിങ്ങളിലേക്ക് പങ്കുവെച്ച് നിങ്ങളും എന്നെ പോലെ സന്തോഷവതികളും സന്തോഷവാന്മാരായിരിക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.